ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അയോധ്യയിലെ രാമക്ഷേത്ര വിവാദം വീണ്ടും തലപൊക്കുന്നു. RSSും BJPയും മറ്റ് സംഘപരിവാർ സംഘടനകളും വിഷയം സജീവമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രാമക്ഷേത്ര നിർമ്മാണത്തിന് ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന് RSS കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് അതിന്റെ ഭാഗമായിട്ടാണ്. ഈ സാഹചര്യത്തിൽ ഉയരുന്ന ചോദ്യം ഇതാണ്: ഓർഡിനൻസ് വഴി രാമക്ഷേത്ര നിർമ്മാണത്തിന് കളമൊരുക്കാൻ BJPക്ക് സാധിക്കുമോ? പ്രത്യേകിച്ചും തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വേളയിൽ സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ചെലമേശ്വർ ഈ വിഷയത്തിൽ നൽകിയ മറുപടി സാധിക്കും എന്നതാണ്. വിശദാംശങ്ങൾ ഇങ്ങനെയാണ്: അയോധ്യ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന എന്നത് ഓർഡിനൻസ് കൊണ്ടുവരുന്നതിന് തടസ്സമല്ല എന്നാണ് ചെലമേശ്വറിന്റെ നിലപാട്. നിയമം വഴി രാമക്ഷേത്ര നിർമ്മാണം എളുപ്പമാക്കണമെന്ന് RSS ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ചെലമേശ്വറിന്റെ അഭിപ്രായ പ്രകടനമെന്നതും ശ്രദ്ധേയമാണ്. കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസ് സംഘടിപ്പിച്ച സംവാദത്തിലാണ് ജസ്റ്റിസ് ചെലമേശ്വർ വിഷയത്തിൽ പ്രതികരിച്ചത്. മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ പ്രവർത്തനങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച കോടതി നടപടികൾ നിർത്തിവെച്ച് മാധ്യമങ്ങളെ കണ്ട 4 സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഒരാളായിരുന്നു ജസ്റ്റിസ് ചെലമേശ്വർ. അയോധ്യയിലെ വിവാദ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. കേസിൽ വിധി വന്നിട്ടില്ലാത്ത പശ്ചാത്തലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ എന്നതായിരുന്നു ചെലമേശ്വരനോടുള്ള ചോദ്യം. അതെ എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. കഴിഞ്ഞ ആഴ്ച അയോധ്യ കേസ് സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു. കേസിൽ വേഗം തീർപ്പ് കൽപ്പിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെയും ഉത്തർപ്രദേശ് സർക്കാരിന്റെയും ആവശ്യം മാത്രമല്ല, കേസ് ജനുവരിയിലേക്ക് നീട്ടിവെക്കുകയും ചെയ്തു. ഇതിൽ നിരാശ പ്രകടിപ്പിച്ച് സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.